കുട്ടികളോട് പ്രത്യേകിച്ച് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളോട് പാരന്റ്സ് എപ്പോഴും പറയാറുള്ളതാണ്, ചോക്ലേറ്റ്സ് കഴിക്കരുത്, ചോക്ലേറ്റ്സ് കഴിച്ചാൽ പല്ല് കേടാവും, പല്ല് കേടായി കഴിഞ്ഞാൽ വേദന വരും എന്നൊക്കെ ഉള്ളത്. എനിക്കൊരു മോളുണ്ട്, 6 വയസ്സാണ്. ഇതുവരെ എൻ്റെ മോൾക്ക് പല്ലും കേടൊന്നും വന്നിട്ടില്ല. അതൊരു ഡെന്റിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല, അത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളെ കുട്ടികളുടെ ബ്രഷിങ് നമ്മൾ ശ്രദ്ധിക്കണം. രാവിലെയും വൈകുന്നേരം നമ്മൾ ശ്രദ്ധിക്കണം. അവരോട് ബ്രഷ് ചെയ്യാൻ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ബ്രഷ് ചെയ്യണം എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അവർ ബ്രഷ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രോപ്പർലി ബ്രഷ് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെ അവർക്ക് ചെറിയ പല്ലുകൾ വരുമ്പോൾ തൊട്ട്, അതായത് അവർക്കൊരു 6 മാസം ആകുമ്പോൾ ചെറിയ പല്ല് വരും, ആ പല്ല് വരുമ്പോൾ തൊട്ട് നമ്മൾ അവരെ ക്ലീനിങ് ചെയ്യണം. ആദ്യം തന്നെ ബ്രഷ് പേസ്റ്റ് ഒന്നും വേണ്ട, ഫിംഗർ ബ്രഷ് ഉണ്ട്, സിലിക്കണിനുള്ള ഫിംഗർ ബ്രഷ് വെച്ചിട്ട് ആ പല്ലുകൾ ക്ലീൻ ചെയ്യുക. അതുപോലെ തന്നെ ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം പല്ലുകൾ ഉണ്ടെങ്കിൽ ആ പല്ലുകൾ തുടച്ചെങ്കിലും കൊടുക്കുക, രാത്രി ഫീഡിങ് കഴിഞ്ഞതിന് ശേഷം, ബോട്ടിൽ ഫീഡിന് ശേഷം. അപ്പൊ അങ്ങനെയാണ് തുടക്കകാലത്ത് കേടുകൾ ഉണ്ടാവില്ല. ഇനി കുട്ടികൾ പതുക്കെ വലുതായി വരുമ്പോൾ ഫ്ലൂറൈഡ് ഒന്നും ഇല്ലാത്ത പേസ്റ്റുകൾ കൊടുക്കാം. അപ്പൊ ആ പേസ്റ്റുകൾ കൊടുത്ത് വെച്ചിട്ട് പതുക്കെ ചെറിയ ചെറിയ സോഫ്റ്റ് കുഞ്ഞു ബ്രഷുകൾ വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ച് തുടക്കത്തിൽ ബ്രഷ് ചെയ്യുക. പിന്നെ ബ്രഷ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യുക, സർക്കുലർ മോഷൻ ചെയ്യുക, ഇങ്ങനെ എല്ലാ പല്ലുകളുടെ എല്ലാ സർഫസും, അതുപോലെ തന്നെ ചവയ്ക്കുന്ന ഭാഗത്തും നമ്മൾ ബ്രഷ് ചെയ്യുക. കുട്ടികൾ തന്നെത്താനെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രായമാവുന്നവരെ നമ്മൾ തന്നെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനൊരു എത്ര സമയം വേണം, ഒരു 2-3 മിനിറ്റ് പോയി നമുക്കൊന്ന് ബ്രഷ് ചെയ്യാം. അങ്ങനെ 2-3 മിനിറ്റ് നമ്മൾ അവരുടെ ബ്രഷിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ലോണം ബ്രഷ് ചെയ്യാനും പറ്റും, നിങ്ങളുടെ നല്ലതുപോലെ ഉള്ള ഒരു പൈസ നിങ്ങൾക്ക് സേവ് ചെയ്യാനും പറ്റും.